പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റ് എത്രത്തോളം ആശ്വാസം നൽകുമെന്നാണ് ആലപ്പുഴയിലെ തൊഴിലാളികൾ ഉറ്റുനോക്കുന്നത്. വേതന വർധനയും മികച്ച വിപണന സംവിധാനവുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ. ജില്ലയിലെ ഭൂരിഭാഗം മധ്യവർഗ കുടുംബങ്ങളും പരമ്പരാഗത മേഖലയിലെ സർക്കാർ നിക്ഷേപം തൊഴിലാളികൾക്ക് സാമ്പത്തിക ഭദ്രത കൂടിയാണ് ഉറപ്പുവരുത്തുന്നത്. കഴിഞ്ഞ ബജറ്റിലും കയർ മേഖലയിൽ പ്രഖ്യാപനങ്ങൾ നിരവധിയായിരുന്നു. 107 കോടി രൂപ കയർ മേഖലയ്ക്ക് വകയിരുത്തിയതായി ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ഇത് മുൻ വർഷത്തേക്കാൾ 9 കോടി രൂപ കുറവായിരുന്നു. പ്രതീക്ഷിച്ച പോലെ കയർ മേഖലയ്ക്ക് കരകയറാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. തൊഴിൽ മേഖല വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം തോറും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് തൊഴിലാളികളും അതുപോലെ ചെയ്യിക്കുന്ന ആൾക്കാരും. എല്ലാവരും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മേഖലയ്ക്ക് ആവശ്യമായ സംരക്ഷണം ഈ ബഡ്ജറ്റിൽ പറയുന്നത് പോലെ കേരളത്തിലെ ബഡ്ജറ്റാണെങ്കിലും കുറഞ്ഞത് 250 കോടിയെങ്കിലും വകയിരുത്തിയാൽ ഈ വ്യവസായത്തിന് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കയറിൻ്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും വിലസ്ഥിരത ഉറപ്പുവരുത്തുക, ചെറുകിട യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുക, തൊഴിലാളികൾക്ക് മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച വിലവർദ്ധനവ് നടപ്പിലാക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള കുട്ടനാടിന്റെ പ്രാപ്തിയെ ഡോക്ടർ MS സ്വാമിനാഥൻ കണ്ടെത്തിയെങ്കിലും പലപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രമായി അവ ഒതുങ്ങുകയാണ്. രണ്ടാം കുട്ടനാട് പാക്കേജിൽ പ്രഖ്യാപിച്ച 76 പദ്ധതികളുടെ പൂർത്തീകരണം എവിടെയും എത്തിയില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. കാർഷിക മേഖലയുടെ സ്ഥിതിയും മറ്റൊന്നല്ല. 2023-24 വർഷത്തിൽ നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 1 രൂപ 43 പൈസ കിലോയ്ക്ക് കൂട്ടിയപ്പോൾ സംഭരണ വിലയിൽ 1 രൂപ പോലും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നെല്ലിന് കിട്ടുന്ന വിലയേക്കാൾ ഇവിടുത്തെ കർഷകർക്ക് ഉയർന്ന വിലയാണ് എന്ന വാദമാണ് അന്ന് ഉന്നയിച്ചത്. വെള്ളപ്പൊക്കത്തിലെ കൃഷിനാശം, മടവീഴ്ചയ്ക്കുള്ള നഷ്ടപരിഹാരം, റിംഗ് ബണ്ട് ആനുകൂല്യം എന്നിവയിൽ കാലോചിതമായ വർധനവും കൃത്യമായ വിതരണ സംവിധാനവുമാണ് മേഖലയുടെ പ്രതീക്ഷ. തൊഴിലാളികളുടെ ആവശ്യം നമ്മൾ പരിഗണിക്കുന്നതിന് ഒരിക്കലും നെൽ കർഷകരെതിരല്ല. പക്ഷെ അതോടൊപ്പം തന്നെ കർഷകരുടെ വശം കൂടി പറയണ്ടേ. ന്യായമായ നെല്ലിന്റെ ഉൽപാദന ചെലവിന് ആനുപാതികമായിട്ടുള്ള വില ലഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന MSPയും വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ചില തെറ്റായ നയങ്ങൾ മൂലം അതിന്റെ ഉൽപാദന ചെലവ് വർദ്ധിക്കുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കടുത്ത അമർഷമാണ്. ഉൾനാടൻ മത്സ്യമേഖലയ്ക്ക് സർക്കാർ സഹായം കൂട്ടുക, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുക, ഫിഷിംഗ് ഹാർബറുകൾ, ഫിഷിംഗ് ലാൻഡിംഗ് സെന്ററുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ മത്സ്യമേഖലയിൽ നിന്നും കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷമായി മത്സ്യബന്ധന മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയവർക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷനിൽ വർധനവില്ല. ശക്തമായ പ്രതിഷേധമുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നാക്കം നിൽക്കുന്നൊരു മേഖലയെ സമുദ്ധരിക്കണമെങ്കിൽ അവർ അലോക്കേഷൻ വർദ്ധിപ്പിക്കണം, അവരുമായി ചർച്ച ചെയ്യണം. ബഡ്ജറ്റിന് മുമ്പായി മന്ത്രി എല്ലാവരും ചർച്ച വിളിച്ചു, ഞങ്ങൾ മാത്രം ചർച്ച വിളിച്ചിട്ടില്ല. അതും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നേരിട്ട് ഇടപഴകുന്ന പരമ്പരാഗത കാർഷിക മേഖലയിൽ ചിലവാക്കുന്ന ഓരോ തുകയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്നതാണ്. പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുക്കാതെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്ന ആവശ്യമാണ് തൊഴിലാളികൾക്ക് ഉള്ളത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.